എങ്ങനെ എങ്ങനെ അപ്പൊ മുത്തസിരി അതേ കലിമത്തിലല്ലേ വരിക? അതേ കലിമത്തിലേ വരുള്ളൂ. അപ്പൊ മുത്തസില് വരൂല. മുത്തസില് വരൂല. ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ചോദ്യത്തിൽ കിടക്കല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കുക. ഒന്നാമത് ആരാണ് വരയ്ക്കുന്നത്? സ്ക്രീനിൽ ആരാ വരയ്ക്കുന്നത്? സ്ക്രീനിൽ വരയ്ക്കരുത്. മൂന്നാമത്തെ ചോദ്യം അല്ലേ? ഈ തുടക്കത്തിൽ കുറച്ച് ഡിലേ വരുന്നത് ചില ആളുകൾ അതിൻ്റെ ഇടയിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അലിഫിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കണം. എന്ത് ചെയ്യണം? അലിഫിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കണം. അലിഫിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കണം എന്നത് സലാമുൻ, റുഖാഅൻ, സുബാത, ഇതിലേതാണ് അലിഫിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കേണ്ടത് എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. റുഖാഅൻ, എന്തുകൊണ്ടാ അങ്ങനെ? തഫ്ഹീം ചെയ്യേണ്ടതുകൊണ്ട് അതിനെ നീട്ടാൻ വന്ന അലിഫിനെയും തഫ്ഹീം ചെയ്യണം. എന്താ ലാമിനെ തഫ്ഹീം ചെയ്യാത്തത്? ബാഇനെ എന്തുകൊണ്ട് തഫ്ഹീം ചെയ്യാത്തത്? അപ്പോൾ തഫ്ഹീമിന്റെ അക്ഷരങ്ങളെ നീട്ടാൻ വന്ന അലിഫും എന്തായിരിക്കും? തഫ്ഹീമേ ആയിരിക്കും. തർക്കീക്കിനെ നീട്ടാൻ വന്ന അലിഫ് എന്തായിരിക്കും? തർക്കീഖ്. വളരെ സിമ്പിൾ ആണല്ലേ? മനസ്സിലാക്കിയാൽ തഫ്ഹീമിന്റെയും തർക്കീഖിന്റെയും അക്ഷരങ്ങൾ വ്യത്യാസം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ആ പാഠം ഒന്ന് നോക്കല്ലേ? ഏത് പാഠത്തിലാണ് നമ്മളെ തഫ്ഹീമും തർക്കീഖും അലിഫിന്റെ തഫ്ഹീമും തർക്കീഖും പറയുന്നത്? അതെ, നമ്മൾ നോക്കല്ലേ? സ്ക്രീനിൽ പാഠം കാണുന്നില്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 പാഠം പറഞ്ഞു. തർക്കീഖുർ റാ, അതുപോലെ ഹ ഉൽ ളമീർ. ആ 2 പാഠം നമ്മൾ മുഴുവൻ പഠിച്ചല്ലോ. അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല. എന്നാ നമ്മൾ ഈ പാഠം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ചിലപ്പോൾ ക്ലാസ്സിൽ തിരിയാത്തവരോ ലീവായത് കൊണ്ടോ ഒക്കെ പോയതുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളിൽ പെട്ട അലിഫ്, വാവ്, ലാമ് എന്നിവയ്ക്ക് തർക്കീഖ്, തഫ്ഹീം എന്നീ 2 അവസ്ഥകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയല്ലോ. മുമ്പ് കഴിഞ്ഞു പോയതാണ്. അതിൽ ലാമ്, റാ എന്നിവയെക്കുറിച്ച് വിശദമായി നാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? മുമ്പ് പാഠം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലാമിനെ റാവിനെയും കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അലിഫ്, വാവ് എന്നിവയുടെ തർക്കീഖ്, തഫ്ഹീം നമുക്ക് പരിശീലിക്കാം. അപ്പോൾ ഈ ഉദാഹരണം കുറച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കി, മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളിൽ ഓതി നോക്കിയില്ലേ? ഇങ്ങനെ തഫ്ഹീമിൻ്റെ ഹർഫുകളെ നീട്ടാൻ വന്ന അലിഫിനെയും വാവിനെയും തഫ്ഹീം ചെയ്തുകൊണ്ടും തർക്കീഖിൻ്റെ ഹർഫുകളെ നീട്ടാൻ വന്ന അലിഫ്, വാവ് എന്നിവയെ എന്ത് ചെയ്തുകൊണ്ട്? തർക്കീഖ് ചെയ്തുകൊണ്ടും അങ്ങനെയാണ് ഓതേണ്ടത്. ഇതാ അതിൻ്റെ ഒരു പാട്ട് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും? നമുക്ക് മുഴുവൻ തിരിയും. ഇസ്തിഅലാഇൻ ഹർഫിനെ നീട്ടുന്ന അലിഫും വാവും തഫ്ഹീമ, ഇവയല്ലാത്തവ നീട്ടുന്നല്ല അലിഫും വാവും തർക്കീഖ. അപ്പോൾ ഇസ്തിഅലാഇൻ്റെ ഹർഫ് പഠിക്കണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം? നമ്മൾ കഴിഞ്ഞ പാർട്ടിലേക്ക് എന്ത് ചെയ്യണം? പോകണം അല്ലേ? കഴിഞ്ഞ പാർട്ടിലാണ്. അപ്പോൾ
ഇസ്തിലായിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാത്തവര് കഴിഞ്ഞ പാർട്ടിന്റെ ഭാഗം ഒന്ന് നോക്കുക. മനസ്സിലായല്ലോ? അതില് സിഫാത്തുൽ ഹുറൂഫ് എന്ന പാടുണ്ടാവും. അതിൽ നോക്കിയാൽ ഇസ്തിലായിൻ്റെ ഹർഫുകളെ കാണാൻ പറ്റും. ഏതൊക്കെയാണ് ഇസ്തിലായിൻ്റെ ഹർഫുകള്? ഹസ്സലഖത്തിൻ അല്ലേ? ഹസ്സലഖത്തിൻ. അപ്പൊ ഇസ്തിലായിൻ്റെ ഹർഫ് ഈ ഹുസ്സലഖത്തിൻ എന്ന ഈ ഹർഫുകള് ഇതിനെ നീട്ടാൻ വന്ന ഏത് അലിഫുണ്ടോ ഏത് വാവുണ്ടോ അതൊക്കെ എന്തായിരിക്കും? തഫ്ഖീമായിരിക്കും. ഇവ എല്ലാത്തൊക്കെ എന്താണ്? തർക്കീക്കാണ്. അപ്പോ ഇസ്തിലായിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇസ്തിലായിൻ്റെ ഹർഫുകൾ അല്ലേ? തർക്കീഖുർ റാ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതി കാണിച്ചു തരാം. ക്യാമറ ഓഫ് ആക്കുണ്ടാവും നല്ലത്. ഇസ്തിലായിൻ്റെ ഹർഫ് ആരാ എഴുതുക? ഇസ്തിലായിൻ്റെ ഹർഫ് എഴുതിക്കോളൂ. ഹിബ ഇസ്തിലായിൻ്റെ ഹർഫ് എഴുതിക്കോളൂ. സീനാണോ? 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 അല്ല എല്ലാരും കൂടി ഇതാ നമ്മളെ ബോർഡ് നിറയെ. നമുക്ക് ചെറിയ സ്പേസ് ഉള്ളൂ. നമ്മളെ ക്ലാസ് റൂം വിശാലമായ ക്ലാസ് റൂം ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഹസ്സലഖത്തിൻ ഖിദ് അല്ലേ? എല്ലാവരും വായിക്കണം. എല്ലാവരും എഴുതിയവരൊക്കെ വായിക്കണം. വായിക്കാന്ന് പറഞ്ഞാൽ വരച്ചാൽ വായൂല. ഇതാ ഏതൊക്കെയാണ് നമ്മൾ അക്ഷരങ്ങൾ പറഞ്ഞോളൂ. പിന്നെ സോദ് ഗൈന് ഗൈന് തോ പിൻ കാഫ് പിന്നെ ലാമോ അല്ലേ? അപ്പൊ ഈ അക്ഷരങ്ങൾക്ക് മുമ്പോ ഈ അക്ഷരങ്ങൾക്ക് ശേഷം വന്ന അലിഫ്, ഈ അക്ഷരങ്ങൾക്ക് ശേഷം വന്ന അലിഫിന്റെ പേരെന്താ നമ്മൾ പറയാ? തഫ്ഖീമ്. ഉദാഹരണം പറയും. നമ്മളെ ചോദ്യത്തിൽ എങ്ങനെയുള്ളത്? നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ അല്ലേ? അടുത്തരാം. നമ്മളെ ചോദ്യത്തില് ഇവിടെ നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും അക്ഷരം വന്നിട്ടുണ്ടോ? സലാമിന് ആരും വരയ്ക്കരുത് കേട്ടോ. ഈ സലാമിന് നിർത്ത് നമ്മൾ പറഞ്ഞ ഹുസ്സലഖത്തിൻ ഖിദിൽ ഏതെങ്കിലും അക്ഷരം ഉണ്ടോ? ഇല്ല. എന്നാല് റുഹാൻ എന്നുള്ളിടത്ത് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും അക്ഷരം ഉണ്ടോ?
ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഏതാന്ന് പറയണ്ട. ദിൽന വരയ്ക്കരുത്, ദിൽന വരയ്ക്കരുത്. സുബാത്ത എന്നുള്ളടത്ത് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും അക്ഷരം ഉണ്ടോ? അപ്പൊ നമ്മളെ അക്ഷരത്തിലില്ല. ഇല്ല. ലാമുണ്ടോ? പിന്നെ ഏതാ ഉള്ളത്? ഖാ ഉണ്ട്. ഏതാ ഉള്ളത്? ഖാ ഉണ്ട്. വേറെ ഏതൊക്കെ അക്ഷരങ്ങളാ നമ്മളെ ഇസ്തിലാന്റെ അർഫുകൾ തഫ്ഖീമിന്റെ അക്ഷരങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഖാഇന് പുറമെ അല്ല, തഫ്ഖീമിന്റെ ഇസ്തിലാന്റെ അക്ഷരങ്ങൾ ഏതൊക്കെ? ഖാ ഒന്നായിട്ട് പറയണ്ട, ഓരോന്ന് പറഞ്ഞാൽ മതി. ഓരോന്നെടുത്ത് പറഞ്ഞാൽ നമുക്ക് കുറെ ആള് ഈ അക്ഷരം അറിയാത്തവരുണ്ട്. അപ്പൊ അവർ കൂടി മനസ്സിലാവാൻ ചിലർ പെട്ടെന്ന് മാറിപ്പോവും. തജ്വീദ് ഒരു മാക്സ് പോലെയാണ്. അപ്പോ ഖാഇന് നീട്ടി. ഇവിടെ ഖാഇന് നീട്ടിയോ? ഇവിടെ ഖാഇന് നീട്ടല്ലേ? ഖാഇന് നീട്ടിയുടെ ഈ ഖാ തർക്കീക്കാണോ തഫ്ഖീമാണോ? തഫ്ഖീം. കാരണം എന്താ? ഈ ഖാ എന്താണ്? ഇസ്തിലാന്റെ ഹർഫാണ്. അതുകൊണ്ട് ഈ അലിഫും എന്താണ്? ഇസ്തിലാന്റെ അലിഫല്ല, തഫ്ഖീമിന്റെ. അപ്പോ ഈ ഖാ തഫ്ഖീമിന്റെ ഖാ ആണ്. ഈ ഖാ തഫ്ഖീമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അലിഫും എന്താണ്? ഞാൻ അടുത്ത അക്ഷരം പറഞ്ഞോളി. സോദ്. നമ്മള് ഇതിനെ നീട്ടാന് ഒരു വാവ് കൊടുക്കല്ലേ നമുക്ക്? എന്താ കൊടുക്കണ്ടേ? വാവ യാ കൊടുക്കുക? വാവ് അലിഫ കൊടുക്ക അല്ലേ? അപ്പൊ വാവ് കൊടുക്കല്ലേ? വാവ് കൊടുക്കണേ. എല്ലാവരും കാത്തിരുന്നോളി. വാവ് കൊടുക്കാൻ പോവണേ. വാവ് കൊടുത്തു. ഇപ്പൊ എന്താ വായിക്കുക? സോ. എന്താ വായിക്കുക? സോ അല്ലേ? ഈ വാവ് ഞാൻ ചോദിക്കണോല് പറഞ്ഞാ മതി. ആ വാവിന്റെ പേര് ആര് പറയും? ബിസ്ർ പറയും. ബിസ്ർ മൈക്കോടാക്കി ബിസ്ര. ആ വാവ് എന്ത് വാവാണ്? ഇല്ലേ? പോയാ? ബിസ്ര ഉറങ്ങിയാ? ബിസ്റിന് കിട്ടുന്നുണ്ട്. ബിസ്ർ മിഖ്ദാദ് പറയും. നമ്മളെ മിഖ്ദാദ്, ഓമച്ചപ്പഴി മിഖ്ദാദ്. മിഖ്ദാദ് പറഞ്ഞോ. മിഖ്ദാദ് വീക്കേ. മിഖ്ദാദ് ഉറങ്ങിയോ? നമ്മളെ മത്സരത്തിൽ സെക്കൻഡ് ടീം മിഖ്ദാദ് അല്ലത്? എന്നാ മിഖ്ദാദ് പറയ്. വേഗം
ആ വാവ് എന്താണ്? ഈ മിഖ്ദാദ് പറയും ഈ സ്വാദ് എന്തിന്റെ അക്ഷരാണ്? ഇസ്തിലാന്റെ അക്ഷരാണോ അല്ലേ? മിഖ്ദാദ് പറഞ്ഞാൽ ആണ്. ഇസ്തിലാന്റെ അക്ഷരങ്ങളൊക്കെ എന്താണ്? തഫ്ഖീമാണോ അല്ലേ? ഇസ്തിലാന്റെ അക്ഷരങ്ങളൊക്കെ എന്താണ്? എല്ലാവരും കേട്ടോളി. മിഖ്ദാദിനോട് മാത്രമല്ല, ഒരാളോട് ചോദിക്കണ്ടേ? അപ്പൊ അവരോട് ചോദിച്ചതാ. അപ്പൊ മിഖ്ദാദ് പറഞ്ഞു, ഇത് ഇസ്തിലാന്റെ അക്ഷരമാണ്. ഇത് എന്തിന്റെ അക്ഷരമാണ്? തഫ്ഖീമിന്റെ അക്ഷരമാണ്. എന്നാലും മിഖ്ദാദ്, ഈ തഫ്ഖീമിന്റെ അക്ഷരത്തെ നീട്ടാൻ വന്ന വാവ് എന്ത് വാവാണ്? അതാ. അപ്പൊ അത് പറഞ്ഞാ പോരെ? ഇപ്പൊ മനസ്സിലായോ? ഇനി ഈ വാവ് എന്താണ് മിഖ്ദാദ്? പറയ്. ഓമച്ചപ്പോയി പോയണ്ട? ഓമച്ചപ്പോയി പോയണ്ട? ആ, ഇല്ല. പോയില്ലാത്ത നാടാണ് ഓമച്ചപ്പുഴ. അപ്പൊ ഏതായാലും നമ്മള് മിഖ്ദാദ് പറഞ്ഞു ഇതേതാണ് വാവ്? തഫ്ഖീം അല്ലേ? എന്നാല് ബിസ്ർ വന്നോ? ചോദിച്ചു മുങ്ങിയ ആളാണ് ബിസ്ർ. ചോദിച്ചോ, മുങ്ങിയൊരു ബിസ്റുണ്ട്. ബിസ്ർ അപ്പൊ ഇനി മുങ്ങിയ പിന്നെയും പോയല്ലോ. ആ, എന്നാ ഒരു റിസ്വാന് പറയ്. ഞാൻ ചോദിക്കേണ്ടി പറഞ്ഞാ മതി. റിസ്വാൻ മൈക്കോടാക്കിയോ? റിസ്വാൻ, ഞാൻ ഒരു അലിഫ് കൊടുക്കണേ. ഒരു അലിഫ് കൊടുത്തില്ലേ? കണ്ടില്ലേ? ഇവിടെ ഒരു അലിഫ് കൊടുത്ത് കണ്ടില്ലേ? ഈ അലിഫിന് നമ്മൾ എങ്ങനെ ഓതണ്ടി? എന്താക്കിയിട്ടാ? തെർക്കീക്കായിട്ടാണോ തഫ്ഖീമായിട്ടാണോ ഓതേണ്ടത്? അല്ലാ, എന്തായിട്ടാ ഓതണ്ടി? അപ്പൊ എല്ലാരും മനസ്സിലാക്കുക, അത് ഓന്റെ മാത്രം പ്രശ്നമല്ല. സോദ് എന്തിന്റെ അക്ഷരാണ്? ഇസ്തിലാന്റെ അക്ഷരാണോ അല്ലേ? ആണ്. ഇസ്തിലാന്റെ അക്ഷരങ്ങൾ എല്ലാ ഇസ്തിലാന്റെ അക്ഷരവും എന്താണ്? തഫ്ഖീമാണ്. എന്താണ് കുഞ്ഞാനെ? റിസ്വാൻ, ഇസ്തിലാന്റെ അക്ഷരങ്ങൾ നോക്കുക. ഇസ്തിലാന്റെ ഹുസ്സലഖത്തിൽ ഖിൽ എന്ന് പറഞ്ഞ അക്ഷരങ്ങളില്ലേ? ആ അക്ഷരങ്ങൾ എന്താണ്? തഫ്ഖീമാണ്. ഈ തഫ്ഖീമിനെ നീട്ടാൻ വന്ന് അലിഫും വാവും എന്താണ്? തഫ്ഖീമാണ്. തഫ്ഖീമിനെ നീട്ടാൻ വന്ന അലിഫും വാവും എന്താണ്? ആ, അപ്പോ തെർക്കീകിനെ നീട്ടാൻ വന്നാലോ? തെർക്കീക്ക് സിമ്പിളാണേ. സ്വാൻ, ഇത് സിമ്പിളാണേ. ഇത് വളരെ സിമ്പിളാണ് ട്ടാ. മോനെ ആദ്യം എന്താ നോക്കണ്ടേന്ന് അറിയോ? ഇസ്തിലാന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാ നോക്കുക. ഇസ്തിലാന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാന്ന് അറിയോ? ഹുസ്സലഖത്തിൻ. ഈ അക്ഷരങ്ങൾക്കൊക്കെ നമ്മൾ പറയും എന്ത്? തഫ്ഖീമാണ്. ഈ അക്ഷരങ്ങൾ ഏത് പറയും? ഈ അക്ഷരങ്ങളൊക്കെ എന്താണെന്ന് പറയൂ? തഫ്ഖീമാണ് എന്ന് പറയും. എന്നാൽ ഈ തഫ്ഖീമായ അക്ഷരങ്ങളുണ്ടല്ലോ, ഈ അക്ഷരങ്ങളെ നീട്ടാൻ വന്ന അലിഫും വാവും എന്തായിരിക്കും? അതും തഫ്ഖീമായിരിക്കും. മനസ്സിലായോ? അപ്പോ ഇൻഷാ അല്ലാഹ്, അപ്പോ ഇതിലേതാ?
ഇതിൽ നമ്മളെ സലാമുൻ എന്നുള്ളതാണോ റിസ്വാനെ ഇവിടെ ഉത്തരമായി വരിക? റുഹ ആണോ സുബാത്തൻ ആണോ? ഏതാ വരിക? റുഹാൻ അല്ലേ? അപ്പൊ നമ്മൾ ശരി കൊടുക്കല്ലേ? റിസ്വാനിക്ക് ശരി കൊടുക്കല്ലേ? റിസ്വാൻ ശരി. ഓക്കെ. അപ്പൊ എത്ര മാർക്ക് കിട്ടി? 1 മാർക്കോ? ഇത്ര അധ്വാനിച്ചിട്ട്. പക്ഷേ ഫുൾ മാർക്കിനുള്ള നമ്മൾ അധ്വാനിക്കുന്നുണ്ട് അല്ലേ? ഇതൊരു സാധനം മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എന്തു ചെയ്തു? നമ്മൾ ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ ഏതാണെന്ന് പഠിച്ചു. അതുപോലെ ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളെ നീട്ടാൻ വന്ന ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളെല്ലാം തഫ്ഹീമാണെന്ന് പഠിച്ചു. ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളെ എല്ലാം നീട്ടാൻ വരുന്ന അലിഫും വാവും എന്താണെന്ന് പഠിച്ചു? തഫ്ഹീമാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു അല്ലേ? നമ്മളിപ്പോ അത് മാത്രം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല നമ്മളിപ്പോ പഠിച്ചത് അല്ലേ? നമ്മള് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് റാങ്കോടെ എന്ത് ചെയ്യണം? പൊതുപരീക്ഷ ജയിക്കണം. സെറ്റല്ലേ? സെറ്റല്ലേ? എല്ലാവരും ഉഷാറാക്കണം. ഓരോരുത്തരും പല നാട്ടിലുള്ളതാണ്. ആരൊക്കെ ഇവിടെ ഉള്ളതെന്ന് അറിയില്ല. ഏതായാലും അടുത്ത ചോദ്യത്തിൽ കിടക്കല്ലേ? നമ്മള് ആ പാടൊന്നും കൂടി നോക്കണോ? ആവശ്യമില്ലല്ലോ. വാണ്ട മലപ്പുറത്തേരാണ്. അപ്പോ അടുത്ത നമ്മൾ നോക്കുക. അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതണം. അലിഫ് ലാമിനെ ആദ്യം നമ്മൾ ചോദ്യം മനസ്സിലാക്കി. ഇദ്ഗാം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇദ്ഗാം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും കൂടി കൂട്ടിച്ചേർക്കുക അല്ലേ? രണ്ടും കൂടി ചേർക്കുക. ആയിക്കോട്ടെ, നമ്മള് അത്ര വിശദമായിട്ട് വരണ്ട. ഇത് തിരിയാത്തവർക്ക് എന്താണ് എന്ന് മനസ്സിലാവണ്ടേ? അതിന് പറയാ ഇദ്ഗാം എന്നാല് ഒരു സാധനത്തെ മറ്റൊന്നിലേക്ക് ചേർക്കുക. കൂട്ടിച്ചേർത്തിട്ട് പറയുന്നതിനാണ് എന്ത് ചെയ്യുക? ഇദ്ഗാം എന്ന് പറയാ. അപ്പോ ഇവിടെ അലിഫ് ലാം അല്ലേ നമ്മൾ പറഞ്ഞത്? ചോദ്യം ശ്രദ്ധിക്കുക. അലിഫ് ലാമിനെ. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കുക. ഇവിടെ എവിടെയൊക്കെ അലിഫ് ലാം ഉള്ളത്? അത് അലിഫ് ലാം അല്ലേ? ഇവിടെ അലിഫ് ലാം അല്ലേ? ഇത് അലിഫ് ലാം അല്ലേ? ഇവിടെ അലിഫ് ലാം കണ്ടോ? ഇവിടെ അലിഫ് ലാം കണ്ടോ? എന്നാ അലിഫ് ലാം കണ്ടോലൊക്കെ കണ്ടോളി. അത് കുറച്ച് ഇറങ്ങിക്കൂലേ? നിങ്ങളെ വരച്ചെ കുറിച്ച് ഇറങ്ങിയില്ലേ? നിങ്ങൾ പ്രശ്നമാക്കണ്ട, അഞ്ഞും കേറിക്കോളൂ. അപ്പോ ഹന്ന ഫാത്തിമ കെ വി. ഹന്ന ഫാത്തിമ കെ വി. എന്നാ ഹന്ന ഫാത്തിമ പറയൂ, ഇതിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അലിഫ് ലാമുകൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ് അപ്പോൾ ഈ കാണുന്നത്? മൂന്നാമത്തെ ഓപ്ഷനിലെ അലിഫ് ലാമിനെ ഉച്ചരിക്കാതെയാണ് ഓടുന്നത്. കാരണം ഷംസിയായ ഹർഫിന്റെ പ്രത്യേകതയാണ് എന്ത്? അലിഫ് ലാമിനെ എന്ത് ചെയ്യൂല, അടുത്തതിലേക്ക് ഇദ്ഗാം ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അലിഫ് ലാമിനെ ഉച്ചരിക്കാതെ അടുത്തതിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് ഓതണം അല്ലേ? ഇദ്ഗാം ചെയ്തിട്ട്. അപ്പൊ ഈ ഷംസിയു ഖബരിയു ആണല്ലേ ഉള്ളത്? രണ്ട് പാടല്ലേ ഉള്ളത്? ഷംസിയെ ഖബരിയെ. അത് ഒറ്റ രൂപത്തിൽ ഒറ്റ പാഠം പഠിച്ചാൽ മതി. രണ്ടും പഠിക്കുന്ന രൂപത്തിലായാലും നമ്മള് ഇതിൽ ഇനിയും ചോദ്യം വരും. 4 മാർക്കിനുള്ള ചോദ്യം വരെ വരും. ഏതൊക്കെയാണ്? ഖബരിയായ ഹർഫുകൾ എഴുതുക, ഷംസിയായ ഹർഫുകൾ എഴുതുക എന്നൊക്കെ എന്ത് ചെയ്യും? വേറെ ചോദ്യം വരും. മനസ്സിലായല്ലോ?
എന്നാ നമ്മള് ജസ്റ്റ് ഒന്ന് പാഠം നോക്കുക. അവിടുന്ന് വളരെ ഒറ്റ പാഠം നമ്മൾ നോക്കിയാൽ എന്ത് കിട്ടും? ബാക്കി രണ്ടും നമുക്ക് കിട്ടും. അപ്പൊ എന്താ നോക്കുക? ഷംസിയും ഖമരിയും ആണ് നമ്മൾ നോക്കണേ. നമ്മള് ഷംസി എന്താണ്, ഖമരി എന്താന്ന് ഒരു ചോദ്യം ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. മക്കളെ, ഷംസി എന്താണ്, ഖമരി എന്താണ് ഒരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഈ ഷംസിയും ഖമരിയും ചിലപ്പോ പരീക്ഷയിൽ നമുക്ക് മാറിപ്പോവും. ഏതായിരുന്നു ഇപ്പൊ ഇദ്ഗാം ചെയ്യണ്ടേ? ഏതാണ് നമ്മള് നമുക്ക് ഇദ്ഗാം ചെയ്യാതെ ഓതേണ്ടത്? അപ്പൊ നമ്മൾ നോക്കുക, നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുക. ഷംസിയെ അതിന് അല്ല് ചേർത്ത് നോക്കുക. അഷംസ് അല്ലേ? അൽ ഷംസ് എന്ന് പറയോ? എന്നാൽ ഖമരി അൽ ഖമരി എന്ന് പറഞ്ഞു നോക്കി. അൽ ഖമരി എന്ന് പറഞ്ഞു നോക്കി. അത് പറയാൻ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇദ്ഗാം ചെയ്യുന്നത് ഏതാ? ഇദ്ഗാം ചെയ്യുന്നതിന് എന്ത് പറയും? ഇദ്ഗാം ചെയ്യുന്നതിന് എന്ത് പറയും? ഷംസിയെ. ഇദ്ഗാം ചെയ്യാത്തതിന് എന്ത് പറയും? വ്യക്തമായി ഉച്ചരിക്കുന്നതിന് എന്ത് പറയും? ഖമരിയെ എന്നും പറയും. എന്നാ നോക്കിയല്ലേ നമ്മള് ഇത് പഠിക്കാൻ വളരെ 10 മിനിറ്റ് നമുക്ക് ഗൂഗിൾ മീറ്റിൽ അല്ല സൂമിൽ എക്സ്ട്രാ അനുവദിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് കട്ടാവും. അതാണ് പെട്ടെന്ന് ഇന്നലെ കട്ടായി പോയത്. ഇൻഷാ അല്ലാ 10 മിനിറ്റ് കൂടിയാണ് നമുക്ക്. 10 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ 17 ആയി. ഇൻഷാ അല്ലാ ഒന്ന് നോക്കി. ഇവിടെ തദുറുസു സത്വൽ എന്ത്? ഇത് ചേർത്ത് വായിക്കി. എന്താ വായിക്കണ്ടി? നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. ഈ 2 പാഠത്തിലും എന്താ പഠിച്ചാൽ മതി? ഓക്കെ അല്ലേ? ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ 2 പാഠത്തിലും എന്ത് പഠിച്ചാൽ മതി? സത്വൽ. ഓക്കെ അല്ലേ? ഇത് പഠിച്ചോ എല്ലാരും? ഇതിപ്പോ പഠിച്ചില്ല എല്ലാവർക്കും? 2 പാഠങ്ങളെ പഠിപ്പിക്കാൻ പോവണേ. 2 പാഠം പഠിപ്പിക്കാൻ പോവണേ. ഷംസിയും ഖമരിയും ഒരു ജീവിതത്തിൽ മാറൂലേ? മനസ്സിലായിക്കോളി. തദുറുസു സത്വൽ എന്ത്? ഇത് പഠിച്ചോ? ഇത് നിങ്ങൾ പഠിച്ചോ? ഇങ്ങനെ പഠിക്കണോ? അല്ലാതെ അക്ഷരം സത്തൽ പഠിച്ചോ? പഠിച്ച്. ഇനി നിങ്ങൾ നോട്ടില് ഇതിക്ക് നോക്കരുത്. നോട്ടില് തെതുറുസു സത്തൽ എഴുതി വേഗം എഴുതണം. നമ്മൾ ടൈം ഇപ്പൊ ഉണ്ടാവും. ഇപ്പൊ കഴിയും. എഴുതിയോ? ഇനി നമ്മൾ പോണ്ടേ. നമ്മളെ കയ്യില് ആ തെതുറുസു സത്തൽ ഉണ്ടല്ലോ, മാത്രമല്ലേ ഉള്ളൂ. ദീക്ക് നോക്കരുത്. നിങ്ങള് ആ തായിന്റെ മുകളിലൊരു പുള്ളിയിടി. തായിന്റെ മുകളിലൊരു പുള്ളിയിട. ഇപ്പൊ എന്തായി? തായിന്റെ മുകളിലൊരു പുള്ളിയിട്ട എന്തായി? ഷാനോ? ആയില്ലേ? ആയി. ഓക്കെ, അതവിടെ നോട്ടെ. ഇനി അടുത്ത നിങ്ങളെ കയ്യിലുള്ള നോട്ടിൽ എന്താ ഉള്ളത്? അടുത്ത അക്ഷരം ആ ദാലിന്റെ മുകളിലൊരു പുള്ളി. ദാലിന്റെ ഒരു പുള്ളിട്ട് കൊടുക്കി. അപ്പൊ ദാലായില്ലേ? അപ്പൊ ദാല് കിട്ടി. ഇനി റാ അല്ലുള്ളത് നിങ്ങളെ കയ്യില്? റായിന് മുകളിൽ ഒരു പുള്ളി കൊടുക്കി. ഒക്കെ പുള്ളിയാട്ടോ വിളിച്ച്. ഫുൾ പുള്ളിക്കാരൻ കേരട്ടെ. ഇനി സീന്റെ മുകളിൽ ഒരു പുള്ളി കൊടുക്കാൻ പറ്റുമോ? ഒരു പുള്ളി കൊടുക്കാൻ പറ്റുമോ? 2 പുള്ളി കൊടുക്കാൻ പറ്റുമോ?
3 പുള്ളി കൊടുക്കാൻ പറ്റുമോ? എന്നാ കൊടുത്തോളൂ, 3 പുള്ളി കൊടുക്കൂ. മൂന്ന് പുള്ളി കൊടുത്തില്ലേ? ആ കൊടുത്തു. അപ്പൊ എന്തായി? ഷീനായില്ലേ? ഷീനായി. അടുത്ത സ്വാദല്ലേ നിങ്ങളെ കയ്യിലുള്ളത്? അതിന്റെ മുകളിൽ ഒരു പുള്ളി കൊടുക്കൂ. ഇപ്പൊ എന്തായി? ലോത് അല്ലേ? ലോ അല്ല ലോത് അല്ലേ? ഇനി അടുത്ത് തോ അല്ല നമ്മളെ കയ്യിലുള്ളത്. തോന്റെ മുകളിൽ ഒരു പുള്ളി കൊടുത്തോളൂ. അപ്പൊ ലോ ആയില്ലേ? ലോ ആയില്ലേ? എന്നാൽ ഇനി ലാമിന്റെ മുകളിൽ നമുക്ക് പുള്ളി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യൂ? നമ്മളെ പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്? ആ ലാമിന്റെ തല കെട്ട് വെട്ടാണ്. അല്ലാ, കണ്ണൂർക്കാരാണ് അതുകൊണ്ട്. നമ്മളെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ലാമിന്റെ തല കെട്ട് വെട്ടി. തല വെട്ടിയപ്പോ ഒന്നുമില്ലാത്തൊരു സാധനമായില്ലേ? തല ഇല്ലാത്തൊരു സാധനം. ഇനി അതിന്റെ മുകളിൽ ഒരു പുള്ളി കൊടുത്തു നോക്കി. തല വെട്ടിയ ലാമിന്റെ മുകളിൽ ഒരു പുള്ളി കൊടുത്താൽ എന്താവും? നൂന് അല്ലേ? ഇനി നിങ്ങൾ സ്ക്രീനിക്ക് നോക്കി. നിങ്ങൾ എഴുതിയതൊക്കെ ഇവിടെ സ്ക്രീനിൽ ഇതാ കാണുന്നേ, പാടത്തിൽ ഇതാ കാണുന്നേ. നൂന് ക്ലിയർ അല്ലേ? ഷംസി ഫുള്ള് പഠിച്ചില്ലേ? ഷംസിന്റെ പ്രത്യേകത എന്താ? അത് പോട്ടെ, ഷംസിന്റെ പ്രത്യേകത എന്താ? എന്ത് ചെയ്യണം? അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് എന്ത് ചെയ്യണം? ഓതണം. ഇൻഷാ അല്ലാഹ്. ഇതല്ലാത്തതെല്ലാം ഖമരിയാണ്. ഇതല്ലാത്തതെല്ലാം. ഇനി ഷംസി എത്ര അക്ഷരമുണ്ട്? 14. ഈ 14 അക്ഷരങ്ങൾക്ക് ഇപ്പൊ പറയാൻ കഴിയുമോ? കാണാതെ പറയാൻ കഴിയൂ അല്ലേ? സത്തൽ ഇനിയൊക്കെ പുള്ളിയാണ് കൊടുക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലായ? സത്തൽ ബാക്കിയൊക്കെ പുള്ളിടുക. ഇതല്ലാത്തതൊക്കെ എന്ത്? ലാമിനൊക്കെ കൊടുക്കും. ലാമിന്റെ തല വെട്ടിയാണ് നൂനാണ് കൊടുക്കുക. നൂനാക്കി കൊടുക്കും. ലാമിന്റെ തല വെട്ടുക, ഒരു പുള്ളി കൊടുത്താൽ നൂനുമായി. ക്ലിയർ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചു? ഉറൂഫ് ഷംസിയും പഠിച്ചു, ഉറൂഫുൽ ഖമരിയും പഠിച്ചു അല്ലേ? അതിന്റെ മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു? ഇസ്തിലാന്റെ ഹർഫ് ഏതൊക്കെയെന്ന് പഠിച്ചു. ഇസ്തിലാന്റെ ഹർഫിന്റെ പ്രത്യേകത തഫ്ഖീമാണ്. എല്ലാം എന്താണ്? തഫ്ഖീമാണ്. ഈ തഫ്ഖീമിനെ നീട്ടാൻ വന്ന അലിഫും വാവും എന്താണ്? തഫ്ഖീമാണ്. അങ്ങനെയാണ്. നമ്മൾ പരമാവധി പോയൊക്കെ പെട്ടെന്നോട്ട് കട്ടാകും. ആരും ആശങ്കപ്പെടണ്ട. നമ്മൾ പരമാവധി സമയം എടുക്കുക എന്നുള്ളതാ. ഇൻഷാ അല്ലാഹ്. 40 മിനിറ്റാണ് ഇത് അലോ ചെയ്തത്. അടുത്തത് നമ്മൾ നോക്കല്ലേ? ഇത് അടുത്തത് അർ റസ്മുൽ ഉസ്മാനിയിലെ അൽ ബദലിന്റെ ഉദാഹരണം. അൽ ബദലിന്റെ ഉദാഹരണം. ബദൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ? ബദൽ എന്ന് പറഞ്ഞാൽ അതറിയില്ലെങ്കിൽ വല്ലാതെ വളരെ സിമ്പിൾ വേർഡാണ്. ഇത് വളരെ സിമ്പിൾ വേർഡാണ്. നിങ്ങൾ ഇങ്ങനെ വായിച്ചു പഠിക്കണം. ഞങ്ങൾ അങ്ങനെ വായിച്ചു പഠിക്കല്ലേ ഞങ്ങളെ കുട്ടികൾ എളുപ്പപ്പണി തീർക്കല. നോക്കല്ലേ നമുക്ക് എങ്ങനെ എളുപ്പപ്പണി ഇത്? ഒരു കൊട്ടാരം, ഒരു കൊട്ടാരം. ഇങ്ങനെ കുറെ തട്ടുള്ള ഒരു മാളികയുടെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇവർക്ക് കുറെ സാധനം ഉണ്ട്. ഇവർക്ക് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ കുറെ ഉണ്ട്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഇതിൽ കുറെ ആൾക്കാരുണ്ട്. ഇതിലെ ആൾക്കാർക്ക് ആവശ്യമുള്ള കുറെ സാധനം ഉണ്ട്. പക്ഷേ ഇവരിത് എന്ത് ചെയ്യോ? ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കും. ആവശ്യമുള്ള സാധനം തന്നെ എന്ത് ചെയ്യും?
ഒഴിവാക്കും. ഇവിടുന്ന് എടുത്ത് കാണ്ട് കെട്ടിടും. അപ്പോൾ ഇവിടെ ഒരു ടീമുണ്ട്, ഇവരുടെ അടുത്ത് ആവശ്യത്തിന് സാധനമൊക്കെ ഉണ്ട്. ഏതായാലും കിട്ടിയതല്ലേ. നമ്മളുണ്ടല്ലോ മലയാളികള് വെറുതെ കിട്ടിയ മറ്റേ ഓൻമെന്റും തിന്നണ ടീമേ. അപ്പൊ ഈ ടീമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇവർ ഈ വെറുതെ കിട്ടിയതൊക്കെ എടുത്തു വെക്കും. ഇവിടുന്ന് വലുത് ചെയ്യുന്നു, കളയുന്നു അല്ലേ, കളയുന്നു. ഇതിന് ഞങ്ങൾ അറബി പറയല് എന്താണ്? ഹദ്ഫ് എന്നാ പറയാ. എന്താ പറയാ? ഈ ടീമിന്റെ പേരാണ് എന്ത്? ഹദ്ഫ്. മനസ്സിലായോ? ഈ ടീമിന്റെ പേരാണ് ഇത് ഹദ്ഫ്. കളയുക.